ട്രെയിൻ ഒരു തുരങ്കം ഇറങ്ങി വരണം കേട്ടോ. തെന്മലയിലെത്തുന്നതിന് മുന്നേ കുറേ തുരങ്കങ്ങൾ ഈ റൂട്ടിലുണ്ട്. ചില തുരങ്കങ്ങളൊക്കെ പെട്ടെന്ന് കയറിയിട്ട് പെട്ടെന്ന് വെളിയിറങ്ങും, ചിലത് സമയമെടുത്താണ് ട്രെയിൻ പുറത്തേക്ക് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ വളരെയധികം വിസ്മയിപ്പിക്കുന്ന ഒരു പാതയാണ്. ഒരു ടെക്നോളജിയും വളരാത്ത കാലത്താണ് ബ്രിട്ടീഷുകാർ ഈ പാത ഉണ്ടാക്കിയതെന്നുള്ളത് വളരെ ഹൈലൈറ്റാണ്. ഈ ഇലക്ട്രിക്കൊക്കെ ജനാധിപത്യ സർക്കാർ നിർമ്മിച്ചതാണ്. പണ്ട് ഇലക്ട്രിക്കല്ല, ഡീസൽ എഞ്ചിനാണ് ഈ റൂട്ട് ഓടിക്കൊണ്ടിരുന്നത്. മഞ്ഞ് പെയ്യുന്ന വലിയ മലനിരകളാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും കാഴ്ചയുടെ ഹൈലൈറ്റ് കൂട്ടുന്നത്. എത്ര ആൾക്കാർ കഷ്ടപ്പെട്ടായിരിക്കും ഈ പാത നിർമ്മിച്ചത്. കള്ളക്കടത്തിന് വേണ്ടി ചെയ്ത പാതയാണ്, എന്നാലും ഇതിൻ്റെ ഒരു നിർമ്മാണം സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അപാരം തന്നെ. ഈ താഴെ കാണുന്ന ഈ വെള്ളം ഒഴുകിപ്പോകുന്നത് തെന്മല ഡാമിൽ നിന്നുള്ള ഫ്ലോയാണ് കേട്ടോ. ഇതുപോലെ ഇഷ്ടംപോലെ അരുവികളുണ്ട് ഇവിടെ, ഇഷ്ടംപോലെ അരുവികളുണ്ട്. ചായ അടിച്ച കളറിലാണ് വെള്ളം ലഭിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പോയ സമയത്ത് നല്ല മഴയായിരുന്നു. എൻ്റെ ക്യാമറയിലെല്ലാം എടുക്കാൻ പറ്റില്ല. ഈ റൂട്ടിലൊക്കെ തമിഴന്മാർ കയറി ഡോറിൻ്റെ അവിടെ കയറി ഇരുന്നളെ എണീറ്റ് മാറില്ല. പിന്നെ നമുക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതിലൊക്കെ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. അല്ലെങ്കിൽ സ്ലീപ്പർ ബുക്ക് ചെയ്ത് പോകണം, കുറച്ച് ദൂരമായിട്ട് സ്ലീപ്പർ ബുക്ക് ചെയ്ത് യാത്ര ചെയ്ത് പോകണം. അതായത് ജനറലിൽ നിന്ന് വീഡിയോ ഡോറിൻ്റെ അവിടെ നിന്ന് എടുക്കാനൊക്കെ വലിയ പാടാണ്. ചില സ്റ്റേഷനിൽ നിന്നൊക്കെ ചിലർ കയറി കഴിഞ്ഞാൽ ഫുട്ബോളിൻ്റെ അവിടെ തന്നെ ഇരിക്കും, മാറയില്ല. അവിടെ കയറി ഇരുന്ന് മുറുക്കാനും ചോദിച്ചു തുപ്പി അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. ആ ഒരു ലിമിറ്റേഷനൊക്കെ മറികടന്ന് ഒരുവിധം കഷ്ടപ്പെട്ടൊക്കെ എടുത്ത വീഡിയോ ആണ്. നല്ല കുന്നിൻ ചെരുവുകൾ കാണാൻ പറ്റും. ട്രെയിനിപ്പോൾ ഒരു തുരങ്കത്തിനകത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഒരു തുരങ്കം ഉണ്ടാകും. ഇത് വളരെ അത്ഭുതം തന്നെയല്ലേ. ഈ റൂട്ടിൽ ഇങ്ങനെ ഒരു തുരങ്കം എന്നൊക്കെ പറയുന്നത് ഇത് കഷ്ടപ്പെട്ടായിരിക്കും ഇതൊക്കെ നിർമ്മിച്ചത് എന്നാണ് ഞാൻ ചിന്തിച്ച് നോക്കുന്നത്. തുരങ്കത്തിൽ നിന്ന് വെളിയിറങ്ങി ഇത് ചെറിയൊരു തുരങ്കമാണ്. ചിലതൊക്കെ വലിയ തുരങ്കമുണ്ട്. അകത്ത് കയറി കഴിഞ്ഞാൽ വളരെ പാടുപെട്ടാണ് ട്രെയിൻ പുറത്തിറങ്ങുന്നത്. വളരെ പാടുപെട്ടെന്നല്ല, വളരെ സമയമെടുത്താണ് പുറത്തിറങ്ങുന്നത്. പറഞ്ഞു തെറ്റിപ്പോയി, സോറി. വളരെ സമയമെടുത്താണ് പുറത്തിറങ്ങുന്നത്. നല്ല നീളമുള്ള തുരങ്കങ്ങളായിരിക്കും. എന്തുമാത്രം സ്ഥലം വെറുതെ കിടക്കും. ഇപ്പോൾ അടുത്തൊരു തുരങ്കം, ഇത് അടുപ്പിച്ചടുപ്പിച്ചുള്ള തുരങ്കമാണ്. അടുപ്പിച്ചടുപ്പിച്ചുള്ള തുരങ്കത്തിലാണ് കയറി ഇറങ്ങി പോകുന്നത്. ചിലത് ഒരുപാട് സമയമെടുക്കുമ്പം നമുക്ക് ഒരു ഡൗട്ട് വരും, എത്ര സമയം കഴിഞ്ഞാണ് പുറത്തിറങ്ങുന്നതെന്നുള്ള ഡൗട്ട് വരും. അത്രയ്ക്കും കൺഫ്യൂഷനാണ്. രാത്രി ഈ റൂട്ടിലുള്ള യാത്രയാണ് ദുഷ്കരം. വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ജീവൻ മേളിലോട്ട് പോകുന്ന രീതിയിലുള്ള കാഴ്ചകളായിരിക്കും. പകൽ തന്നെ നോക്കിയാണ്, രണ്ട് സൈഡും ഫുള്ള് ഫോറസ്റ്റ് കണക്കാണ് കിടക്കുന്നത്. രാത്രി ട്രെയിന് എവിടെയെങ്കിലും പിടിച്ചിട്ട് കഴിഞ്ഞാൽ, അങ്ങനെ ഇതിൻ്റെ നടുക്കൊന്നും പിടിച്ചിടത്തില്ല, അല്ലെങ്കിൽ സ്റ്റേഷൻ ബേസ് ചെയ്തേ പിടിച്ചിട്ടുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ സിംഗിൾ ലൈൻ ആയതുകൊണ്ട് വഴിയിലൊന്നും അങ്ങനെ പിടിച്ചിടാൻ സാധ്യതയില്ല. സ്റ്റേഷൻ ബേസ് ചെയ്തേ പിടിച്ചുള്ളൂ. പക്ഷേ രാത്രി പുറത്തോട്ടൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പേടി തോന്നും.
അല്ലേ? അങ്ങനത്തെ ഒരു കാഴ്ചയാണ് ഇവിടെ പുറത്ത്. പകൽ തന്നെ ഒരു വെട്ടമില്ല, വെളിയില്ല, ഒരു ലൈറ്റോ ഒന്നുമില്ല. ഫുള്ള് ഫോറസ്റ്റ് കണക്ക് കിടക്കുകയാണ്. വലിയ കാട് വെട്ടിത്തെളിച്ചാണ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മഴ അങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തോരും, ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. മഴ ഉണ്ടെങ്കിൽ മാത്രമേ ഈ റൂട്ടിലുള്ള കാഴ്ച മനോഹരമാക്കുള്ളൂ. അതാണ് ഈ റൂട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മഴ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റൂട്ടിൽ. വെയിൽ സമയത്ത് ഇങ്ങോട്ട് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ, വലിയ കാഴ്ചയൊന്നുമില്ല. നമുക്ക് ഈ കാടും പടലമൊക്കെ കണ്ടിട്ട് പോകുന്നല്ലോ. പക്ഷെ മഴ വരുന്ന സമയത്ത് അതിൻ്റേതായ ആ ഒരു പച്ചപ്പും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കളർഫുള്ളായിട്ട് ഫോഗൊക്കെ ഇറങ്ങി ഇങ്ങനെ നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിനകത്തൊക്കെ ഫോഗ് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. ട്രെയിനിനകത്ത് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ എത്തിയപ്പം ഫോഗ് ട്രെയിനിനകത്ത് ചെറുതായിട്ട് കയറി. പതുക്കെയാണ് ട്രെയിൻ പോകുന്നത്, സ്പീഡില്ല. മഞ്ഞിറങ്ങുന്നുണ്ടോ? നല്ല മഴക്കോള് കിടക്കുകയാണ്, കറുത്തിരുണ്ട് കിടക്കുകയാണ്. നേരിട്ട് കാണണം. ഇതേപോലെയൊന്നുമല്ല, ക്യാമറയിൽ അത്ര വ്യക്തമായില്ല, എന്നാലും നേരിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു മഞ്ഞ് കിടക്കുന്നുണ്ടോ? മഞ്ഞിങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ്. ട്രെയിനിനകത്തൊക്കെ മഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കയറുന്നുണ്ട്. സ്പീഡ് ഒരിക്കലും പറ്റത്തില്ല കേട്ടോ ഈ റൂട്ട്. കുറേ പോയതിന് ശേഷമാണ്, തെന്മല ആര്യങ്കാവൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സ്പീഡിന് ഒരുവിധം ഇത് വന്നത്. അതുവരെ സ്പീഡ് വളരെ പതുക്കെയാണ് പോകുന്നത്. സ്പീഡിൽ പോകാൻ പറ്റില്ല, അങ്ങനത്തെ റൂട്ടാണ്. ആ മറ സൈഡ് കംപ്ലീറ്റ് മഞ്ഞ് ഇങ്ങനെ ഇറങ്ങി കിടക്കുകയാണ്. മഞ്ഞ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ചിലപ്പോൾ നമ്മളൊന്ന് മൂടിക്കളയും എന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. കാണാൻ പറ്റത്തില്ല, റെയിൽവേ സ്റ്റേഷനിലേക്ക് പരസ്പരം പോലും കാണാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ ഫ്രണ്ടിലോട്ട് നോക്കണേ, ഫ്രണ്ടിലോട്ട് ആ ഒരു ബോർഡർ കണ്ടോ? അങ്ങോട്ടൊക്കെ കാഴ്ച മറഞ്ഞാണ് കിടക്കുന്നത്, മഞ്ഞാണ് കംപ്ലീറ്റ്. ആ ബോർഡർ ഉണ്ട്, ആ ബോർഡറിൻ്റെ അങ്ങോട്ടെല്ലാം മഞ്ഞ് ഇങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ്. കാഴ്ച മറഞ്ഞാണ് കിടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും മൃഗങ്ങളുണ്ടാകുന്ന ഒരു ഡൗട്ട് അടിക്കാം. കാണും, പറയാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ കാണും. എന്തെങ്കിലും കയറി ഓടിക്കറി വന്നാൽ ഒന്നും ചെയ്യാൻ, ഇങ്ങോട്ട് ഓടാൻ പോലും പറ്റില്ല. ട്രെയിനിൻ്റെ അടുത്തോട്ട് വരത്തില്ല, നല്ലൊരു സംശയം പറഞ്ഞത്. അവിടെ ഒരു നദി പോലെ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പം കാണിച്ചു തരാം, ഒരു മിനിറ്റ്. കണ്ട നദി പോലെ കാണുന്നുണ്ട്. ഇതെല്ലാം തെന്മല ഡാമിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ആ ഒരു ഫ്ലോയാണ്. പല സൈഡിലോട്ടും ഡാമിൽ നിന്നുള്ള ഒഴുക്കുണ്ട് കേട്ടോ. പിന്നെ ഒരു തോടുണ്ട് ഇവിടെ. തോടാണെന്ന് പറയത്തില്ല, ഭയങ്കരമായിട്ട് നിറഞ്ഞാണ് ഒഴുകുന്നത്. കാറും കോളും ഇരുണ്ട് കിടക്കുകയാണ്. വല്ലാത്തൊരു മഴക്കോളാണ്. കണ്ട, കാട്ടിനകത്തൂടെ ആ ട്രെയിൻ അങ്ങനെ വരുന്ന സ്പീഡ് കണ്ട. സ്പീഡില്ല, ഞാൻ പറഞ്ഞില്ലേ സ്പീഡില്ല. ഈ ട്രെയിൻ ഏകദേശം അങ്ങ് പോയതിന് ശേഷം അടുത്ത ട്രെയിൻ വരത്തുള്ളൂ. അതും എപ്പോഴും ഇല്ല, വലിയ ഡിലേ ആണ്, സമയം വളരെ ഡിലേ ആണ്. ഉച്ചയ്ക്ക് 2 ട്രെയിൻ കൊല്ലത്തുനിന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ രാത്രി 11 മണിക്കേ കൊല്ലത്തുനിന്ന് ട്രെയിനുള്ളൂ. എൻ്റെ ട്രെയിൻ പതുക്കെയാണ് വരുന്നത്, പതുക്കെ. സ്പീഡ് പോയാൽ പണിയാണ്, എങ്കിൽ അപ്പുറത്തെ വളയെ കിടക്കും. അത്രയ്ക്കും ഡേഞ്ചറായിട്ടുള്ള കർവൊക്കെയാണ് ഇവിടെ. വളരെ പതുക്കെയാണ് പോകുന്നത്. ഒരു മിനിമം സ്പീഡിലേ പോകാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇടയ്ക്ക് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്.
അടുത്തൊരു തുരങ്കത്തിൽ കയറി. ഇതും ഒരു ചെറിയ തുരങ്കമാണ് കേട്ടോ, ചെറിയ തുരങ്കമാണ്, വലിയ തുരങ്കമല്ല. വലിയ തുരങ്കം 2-3 ഉണ്ടായിരുന്നു. അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു ട്രെയിനിനകത്ത്, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കുറേ സമയം കഴിഞ്ഞാണ് പുറത്തിറങ്ങിയത്. പിന്നെ ഒരു കാര്യം, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലൊന്നും ഒരൊറ്റ വീടുകളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആശ്ചര്യം. വീട് വയ്ക്കാൻ പറ്റൂല, വീടുകളെല്ലാം ദൂരെയൊക്കെയാണ്, അടുത്തൊന്നും ഒരൊറ്റ വീടില്ല. അങ്ങും ഇങ്ങൊക്കെയാണ് വീടുകളിരിക്കുന്നത്. അങ്ങ് കണ്ട, അയ്യോ മഞ്ഞറങ്ങളൊന്നും ഒരു രക്ഷയില്ല. ഭംഗി നോക്ക്, സൂപ്പറല്ലേ. ദൈവത്തിൻ്റെ ആ ഒരു അത്ഭുതം തന്നെ, പ്രകൃതി എന്ന് പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്കും അടിപൊളിയാണ്. നമുക്കൊരു ചിറകുണ്ടായിരുന്നെങ്കിൽ ഈ മലനിരകളിലൊക്കെ പറന്ന് നടക്കായിരുന്നു എന്ന് ഒരു തോന്നൽ വരും. ആ കാഴ്ചകൾ കാണുമ്പോൾ അങ്ങനെയാണ്, പറന്ന് നടക്കാമായിരുന്നു എന്നൊരു തോന്നൽ വരും. നടന്ന് കാണണം കേട്ടോ ഇവിടെയൊക്കെ, അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നടന്ന് ഒരു സ്ഥലം സെലക്ട് ചെയ്തിട്ട് അവിടെയൊക്കെ നടന്ന് കാണണം. നടക്കുന്ന അത്ര പ്രായോഗികമല്ല, എന്നാലും മനസ്സിലാഗ്രഹം പറഞ്ഞു എന്ന് മാത്രം. ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളോ ഒന്നും നടക്കില്ല കേട്ടോ ഇതിൻ്റെ സൈഡിലൊന്നും. റൂട്ടിൽ ബോണക്കാട് എസ്റ്റേറ്റ്, 24 GB ബംഗ്ലാവ്, പിന്നെ തെന്മല ഡാം, അതോടൊപ്പം തന്നെ പാലരുവി, കുറ്റാലം വെള്ളച്ചാട്ടം, അങ്ങനെ ഒരുപാട് കാഴ്ചകളും ഉണ്ട് കേട്ടോ. ട്രെയിനിനകത്ത് സമോസ ചായ കച്ചവടം നടക്കുകയാണ്. ഇങ്ങനെ തെന്മല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് കേട്ടോ. ഇതിന് മുന്നേയുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടത്. ഇതാണ് തെന്മല റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ എന്തൊക്കെ പണികളൊക്കെ നടക്കുന്നേ ഉള്ളൂ, പ്ലാറ്റ്ഫോമിൻ്റെ പണികളൊക്കെ നടക്കുന്നേ ഉള്ളൂ. അതിനുള്ള സംഭവങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ്. തെന്മല റെയിൽവേ സ്റ്റേഷനാണ്. ഇതൊക്കെ ഇപ്പോഴാണ് ആധുനികമാവുന്നത്. അത്രയ്ക്കും ലോക്കൽ ഏരിയയാണ്, ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. സാധാരണ ആൾക്കാരാണ് കൂടുതലും ജീവിക്കുന്നത്. ആഡംബരമായിട്ടുള്ള ആൾക്കാരെയൊന്നും കാണാൻ പോലുമില്ല. സ്വന്തമായിട്ട് ക്യാമറ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരെ പോലും ഞാൻ വലുതായിട്ട് കണ്ടിട്ടില്ല. നമ്മളെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്ന പാടങ്ങൾ. ഇവിടെ ഭൂമാഫിയയും പിന്നെ മണ്ണ് മാഫിയ എല്ലാം കൂടെ ചേർന്ന് ഇതെല്ലാം ഇല്ലാതാക്കി. പാടങ്ങളും അതോടൊപ്പം തന്നെ നല്ല ജലാശയങ്ങളും ഇതൊന്നും ഇവിടെ ഇല്ല. ഇവിടെയുള്ള ആൾക്കാർക്ക് ഇതൊന്നും വേണ്ട. ചവറൊക്കെ ഇട്ട് ഇതിനെല്ലാം ഫില്ല് ചെയ്ത് ഇതിൻ്റെ എല്ലാം തീരുമാനം ഉണ്ടാക്കിയിട്ടാണ് ഇവിടെയുള്ള ആൾക്കാർ ജീവിക്കുന്നത്. ഭാവി തലമുറയ്ക്ക് ഇവിടെ ഒന്നും വേണ്ട. ഇവിടെ എല്ലാം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇവർക്കതൊന്നും വേണ്ട. എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലാറ്റുകളും അതോടൊപ്പം തന്നെ ടെയിലൊക്കെ ഇട്ട് മുറ്റമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വയലിൽ. ട്രെയിന് ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനാണിത്. കണ്ട, അടിപൊളി റെയിൽവേ സ്റ്റേഷനിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് തമിഴ്നാട് ബോർഡറാണ്. ഇനി തമിഴ്നാട്ടിലോട്ടാണ് ട്രെയിൻ കയറുന്നത്. ഇവിടെ നല്ല കളറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ നിറം പോലെയൊക്കെ ഇരിക്കുന്നത്, എന്നാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ എത്തിയപ്പോഴത്തേക്കും കുറേ വയസ്സായ ആൾക്കാർ ട്രെയിനിൻ്റെ പുറകെ ഓടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പം നോക്കിയാൽ കാണാം, കണ്ട വയസ്സായ ആൾക്കാർ ഓടുന്നുണ്ട്. പക്ഷെ അവർ എല്ലാ ബോഗി നോക്കിയിട്ടും അവസാനം ഫ്രണ്ടിൽ ഒരൊറ്റ ബോഗി ആരും ഇല്ലാതെ കിടന്നൊരു ബോഗിയിൽ ചെന്ന് കയറി. ചിലപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകമുള്ള ബോഗിയായിരിക്കും. ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ആര്യങ്കാവിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ട്രെയിൻ സ്കിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് തമിഴ്നാടാണ്. ഇനി ഫുള്ള് തമിഴ്നാടാണ്. കേരളം വിട്ട് കഴിഞ്ഞ് ഇനി കേരളത്തിലെ കാഴ്ചകളൊന്നുമില്ല. ഇനി അങ്ങോട്ട് ഫുള്ള് തമിഴ്നാട്ടിലെ കാഴ്ചകളാണ്. കേരളം വിട്ടു. കോട ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോട ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടം പോലെ ഇറങ്ങുന്നത് കാഴ്ചയിൽ വ്യക്തമായിട്ട് തെളിഞ്ഞാണ്. ട്രെയിനിനകത്തും വന്ന് കയറുന്നുണ്ട്. പൊന്മുടിയിൽ പോയാലും ഇതേ കാഴ്ച തന്നെ കേട്ടോ. ഇനി ആര്യങ്കാവ്, ഇനി മാവിൻ്റെ
മാങ്ങ കൃഷി ഇഷ്ടം പോലെ കാണാൻ പറ്റും. മാങ്ങ കൃഷി കൂടുതലും ഉള്ള സ്ഥലമാണ്. ഈ തണുപ്പ് സമയത്താണ് മാങ്ങ നല്ല വൃത്തി കായ്ക്കുന്നത്. കാറ്റാടി പാടങ്ങൾ കാണാൻ പറ്റും കേട്ടോ. കാറ്റാടി പാടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെയൊക്കെ നോക്കിയാൽ ചിലപ്പം ഒറ്റപ്പെട്ടൊക്കെ കാറ്റാടി യന്ത്രങ്ങളൊക്കെ കാണാൻ പറ്റും. കാറ്റിൻ്റെ പ്രത്യേകത ഇവിടെ കൂടുതലാണ്. കാറ്റ് വളരെ ശക്തമായിട്ടാണ് കാറ്റടിക്കുന്നത്. ആളിന് മറിച്ചിടും. ഈ ടവർക്ക് തെന്മല ഡാമിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കണ്ട കാറ്റാടി യന്ത്രം കണ്ട അങ്ങോട്ട് അവിടെ പറഞ്ഞ കണ്ട കാറ്റാടി യന്ത്രമുണ്ട്. വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു വ്യവസായമാണിത്. ഇത് വ്യക്തികൾക്കും ചെയ്യാമെന്നാണ് പറയുന്നത്. കാറ്റാടി യന്ത്രം ഇതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് ഒഴുകുന്നതാണ്. തമിഴ്നാട്ടിലോട്ടൊക്കെ ഒഴുകുന്ന ഒഴുക്കാണ്. ഇത് ട്രെയിന് കൊണ്ടൊന്ന് ഇടുന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങോട്ട് ഈ പാളം ഇല്ല. ആ കാണുന്ന അവിടം വരെ ഉള്ളൂ.
അങ്ങനെ ഞാൻ തെങ്കാശി റെയിൽവേ സ്റ്റേഷനിലെത്തി. കടമ്പകൾ കിടന്ന് അങ്ങനെ എൻ്റെ യാത്ര ഇവിടെ അവസാനിച്ചു. ഇതാണ് തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ. നല്ല നൊസ്റ്റാൾജിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ബോർഡ് കണ്ടോ, തെങ്കാശി. അങ്ങോട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഡിസ്റ്റർബ് ചെയ്ത് വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചാണ് ഇവിടെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇങ്ങോട്ട് വന്ന എല്ലാ റെയിൽവേ സ്റ്റേഷനും വളരെയധികം വിജനമാണ്. വല്ലപ്പോഴൊക്കെ ഓരോ ആൾക്കാരുള്ളൂ. ട്രെയിന് വരുന്ന സമയത്ത് മാത്രമേ തിരക്കുള്ളൂ. അവിടെ ഒരു പശുവിനെ അഴിച്ചുവിട്ടിരിക്കുന്നു, വന്ന് ഇടിക്കുമോ എന്തോ. നല്ല കാഴ്ചയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. കണ്ട് മനം കുളിർക, കണ്ട് നമ്മളെ മനസ്സ് കുളിർത്താണ് ഇങ്ങോട്ട് വന്നത്. അത്രയ്ക്കും വ്യൂ ആണ്, കാണേണ്ട കാഴ്ചകളാണ്. ഞാൻ പല സിനിമകളിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഈ റൂട്ട് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. ഇനി ഇവിടുന്ന് നേരെ ട്രിവാൻഡ്രമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. തെങ്കാശി റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.